Hi viewers, welcome to my YouTube channel. So in our last video, we studied about the format of a surplus and deficit statement in profit and loss. In this video, I am going to explain how to solve a question related with surplus or deficit statement. So let me start the topic. Let me read the question first. A company carried forward a balance of rupees 4 lakh from the profit and loss account from the year ended 31st December 2018. During the year 2019, the company made a further profit of rupees 5 lakh. It was decided that the following appropriations were carried out and CDT is ignored. Then transfer to general reserve rupees 50,000, dividend equalization reserve rupees 25,000, development rebate reserve rupees 35,000, dividend on 10% preference shares of rupees 3 lakh, then dividend of 15% on 30,000 equity shares of rupees 10 each fully paid. And our question is prepare profit and loss appropriation account. See, profit and loss appropriation account അല്ലെങ്കിൽ സർപ്ലസ് ഓർ ഡെഫിസിറ്റ് ഇൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കിതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് വായിക്കാം. എ കമ്പനി ക്യാരിഡ് ഫോർവേഡ് എ ബാലൻസ് ഓഫ് റുപ്പീസ് 4 lakh ഫ്രം ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫ്രം ദ ഇയർ എൻഡഡ് 31st December 2018. 2018 ഡിസംബർ 31st ഒരു കമ്പനി അതിന്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ക്യാരിഡ് ഫോർവേഡ് ചെയ്തിരിക്കുന്നത് rupees 4 lakh. ക്ലിയർ. ഡ്യൂറിംഗ് ദ ഇയർ 2019. സി, ദിസ് ഈസ് അവർ കറണ്ട് ഇയർ. ഡ്യൂറിംഗ് ദ ഇയർ 2019 എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ കറണ്ട് ഇയർ ആണ്. കാരണം 2018 കഴിഞ്ഞ വർഷം, ഇപ്പോൾ കറണ്ട് ഇയർ 2019. ഡ്യൂറിംഗ് ദിസ് ഇയർ ദ കമ്പനി മെയ്ഡ് എ ഫർദർ പ്രോഫിറ്റ് ഓഫ് rupees 5 lakh. അപ്പോൾ ലാസ്റ്റ് ഇയർ പ്രോഫിറ്റ് 4 lakh തന്നിരിക്കുന്നു. ദെൻ കൂടാതെ കറണ്ട് ഇയർ പ്രോഫിറ്റ് എത്രയാ? 5 lakh. ഇറ്റ് വാസ് ഡിസൈഡഡ് ദാറ്റ് ദ ഫോളോയിങ് അപ്രോപ്രിയേഷൻസ് വർ ക്യാരിഡ് ഔട്ട്. കമ്പനി തീരുമാനിച്ചിരിക്കുന്നത് താഴെ പറയുന്ന പോലുള്ള അപ്രോപ്രിയേഷൻസ് നടത്താൻ വേണ്ടിയിട്ടാണ്. ആൻഡ് യുവർ ഇൻഫർമേഷൻ ഈസ് CDT ഈസ് ഇഗ്നോർഡ്. ഇവിടെ ഒരു ഇൻഫർമേഷൻ പറയുന്നുണ്ട്, CDT കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് ഈസ് ഇഗ്നോർഡ്. ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ, ക്വസ്റ്റിനകത്ത് ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ നമ്മൾ CDT വീണ്ടും കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, ദെൻ വാട്ട് ആർ ദ അപ്രോപ്രിയേഷൻസ്? സി, ഫസ്റ്റ് വൺ, ട്രാൻസ്ഫർ ടു ജനറൽ റിസർവ് rupees 50,000. കമ്പനി ആദ്യമായി തീരുമാനിച്ചത് ജനറൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി. ഹൗ മച്ച് എമൗണ്ട്? rupees 50,000. Second one, the company decided to create dividend equalization reserve rupees 25,000. 25,000 രൂപ ഡിവിഡൻഡ് ഈക്വലൈസേഷൻ റിസർവ് ക്രിയേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ദെൻ തേർഡ് ഡിസിഷൻ, ഡെവലപ്മെന്റ് റിബേറ്റ് റിസർവ് rupees 35,000. കമ്പനി വേറൊരു റിസർവ്, അതായത് ഡെവലപ്മെന്റ് റിബേറ്റ് റിസർവ് ക്രിയേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അവിടെ 35,000 അതിലേക്ക് നീക്കിയിടാൻ വേണ്ടി തീരുമാനിച്ചു. ദെൻ ഫോർത്ത് വൺ, ഡിവിഡൻഡ് ഓൺ 10% പ്രിഫറൻസ് ഷെയർസ് ഓഫ് rupees 3 lakh. അതായത് കമ്പനി ഡിസൈഡ് ടു പ്രൊവൈഡ് ഡിവിഡൻഡ് കൊടുക്കാൻ തീരുമാനിച്ചു. ആർക്കാ ഡിവിഡൻഡ് കൊടുക്കുന്നത്? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനാണ്. ദെൻ പ്രിഫറൻസ് ഷെയർസ് 10% ആണ്. സി, ഈ പ്രിഫറൻസ് ഷെയർസിന്റെ മുന്നിൽ കാണുന്ന പെർസെൻറ്റേജ് എന്ന് പറയുന്നത് അത് ഡിവിഡൻഡ് പെർസെൻറ്റേജ് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ 10% ഡിവിഡൻഡ് ആർക്ക് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്? പ്രിഫറൻസ് ഷെയർസ്. എത്രയാണ് പ്രിഫറൻസ് ഷെയർ ഉള്ളത്? പ്രിഫറൻസ് ഷെയർ നമ്പർ അല്ല, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, rupees 3 lakh. അപ്പോൾ 3 lakhന്റെ മുകളിൽ 10% ഡിവിഡൻഡ് കൊടുക്കാൻ കമ്പനി തീരുമാനിച്ചു. ദെൻ അവർ ഫിഫ്ത്ത് ഇൻഫർമേഷൻ, ഡിവിഡൻഡ് ഓഫ് 15% ഓൺ 30,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് rupees 10 each fully paid. കമ്പനി പ്രിഫറൻസ് ഷെയർസിന് മാത്രമല്ല ഇക്വിറ്റി ഷെയർസിനും കൂടെ എന്ത് കൊടുക്കാൻ തീരുമാനിച്ചു? ഡിവിഡൻഡ് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. ആൻഡ് ദ പെർസെൻറ്റേജ് എത്രയാ? 15%. ദെൻ നമുക്കറിയാം ഡിവിഡൻഡ് എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യുന്നത് പെയ്ഡ് അപ്പ് ക്യാപിറ്റലിന്റെ മുകളിലാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ തന്നിട്ടുണ്ടായിരുന്നു 3 ലക്ഷം. പക്ഷെ ഇവിടെ ക്യാപിറ്റൽ പറഞ്ഞിട്ടില്ല, നമുക്ക് നമ്പർ ഓഫ് ഷെയർ ആണ് തന്നിരിക്കുന്നത്, 30,000 ഇക്വിറ്റി ഷെയർസ്. ദെൻ ഒരു ഷെയറിന്റെ വിലയും കൂടെ പറഞ്ഞിട്ടുണ്ട്. The face value of one share is rupees 10 each. So first of all we should calculate capital. 30,000 ഇക്വിറ്റി ഷെയർ 10 രൂപയാണ് ഒന്നിന്റെ വില. അങ്ങനെയാണെങ്കിൽ 30,000 into 10, that is 3 lakh. ക്ലിയർ. ഈ 3 lakhന്റെ മുകളിൽ തന്നെയാണ് എന്ത് കൊടുക്കേണ്ടത്? ഡിവിഡൻഡ് 15% കൊടുക്കേണ്ടത്. സോ ദീസ് ആർ അവർ ഇൻഫോർമേഷൻ. ആൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഇത് കോളം വരച്ച് എങ്ങനെയാണിത് വർക്കൗട്ട് ചെയ്ത് നോക്കാം. സോ
നമുക്ക് ആദ്യം നമ്മളിതിന്റെ ഹെഡിങ് എഴുതി വെക്കാം. സർപ്ലസ് ഓർ ഡെഫിസിറ്റ് ഇൻ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. ഇല്ലെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ഞാൻ പറഞ്ഞു ഒന്നുകിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറയാം, അല്ലെങ്കിൽ സർപ്ലസ് ഓർ ഡെഫിസിറ്റ് ഇൻ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. ക്ലിയർ? അപ്പൊ ഞാനിവിടെ 3 കോളം വരച്ചിട്ടുണ്ട്. ഈ 3 കോളം, ഫസ്റ്റ് കോളം ഹെഡിങ് ഐറ്റംസ്, ദെൻ സെക്കൻഡ് ആൻഡ് തേർഡ് കോളം ഫോർ റെക്കോർഡിംഗ് എമൗണ്ട്. ക്ലിയർ? Then as per our format, the first item is last year's profit. Clear? Last year's profit. നമ്മുടെ ഫോർമാറ്റ് പ്രകാരം നമുക്കറിയാം സർപ്ലസ് ഓർ ഡെഫിസിറ്റ് സ്റ്റേറ്റ്മെന്റിനകത്ത് ഫസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ലാസ്റ്റ് ഇയേഴ്സ് പ്രോഫിറ്റ്. ലാസ്റ്റ് ഇയർ പ്രോഫിറ്റ് മീൻസ് പ്രീവിയസ് ഇയർ പ്രോഫിറ്റ്. ക്ലിയർ? ഇത് നമ്മുടെ ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ട്. നമുക്ക് എത്രയാണെന്ന് നോക്കാം. See, the company carried forward balance of rupees 4 lakh from the profit and loss account from the year ended 31st December 2018. അപ്പോൾ 2018 കമ്പനി carried forward ചെയ്തിരിക്കുന്ന എത്രയാണ്? rupees 4 lakh. ഈ എമൗണ്ട് ആണ് എന്ത്? ലാസ്റ്റ് ഇയേഴ്സ് പ്രോഫിറ്റ്. ക്ലിയർ? See, last year's profit rupees 4 lakh. അപ്പോൾ ഞാനിത് സെക്കൻഡ് കോളത്തിലാണ് എഴുതിയിരിക്കുന്നത്. ലാസ്റ്റ് ഇയേഴ്സ് പ്രോഫിറ്റ് rupees 4 lakh. ദെൻ നെക്സ്റ്റ് ഇൻഫർമേഷൻ എന്താ? ആഡ് കറണ്ട് ഇയർ പ്രോഫിറ്റ്. ആഡ് കറണ്ട് ഇയർ പ്രോഫിറ്റ്. കറണ്ട് ഇയർ പ്രോഫിറ്റ് എന്ന് പറഞ്ഞെങ്കിൽ ദിസ് ഈസ് ലാസ്റ്റ് ഇയേഴ്സ് പ്രോഫിറ്റ് 2018 പ്രോഫിറ്റ് ആണ്. ദെൻ നൗ വി ആർ ഗോയിങ് ടു റെക്കോർഡ് 2019 പ്രോഫിറ്റ്. It is also given in your question. See, current year profit എത്രയാണ് നമുക്ക് നോക്കാം. During the year 2019, the company made a further profit of rupees 5 lakh. അപ്പോൾ 2019 കമ്പനിക്ക് കിട്ടിയ ഫർദർ പ്രോഫിറ്റ് ആണ് എത്ര? 5 lakh എന്ന് പറയുന്നത്. സോ ദിസ് പ്രോഫിറ്റ് ഈസ് ഫോർ കറണ്ട് ഇയർ. ഓക്കെ. സോ കറണ്ട് ഇയർ പ്രോഫിറ്റ് rupees 5 lakh. അപ്പൊ നമുക്ക് രണ്ട് പ്രോഫിറ്റും കിട്ടിക്കഴിഞ്ഞു. പ്രീവിയസ് ഇയർ പ്രോഫിറ്റ് 4 lakh, കറണ്ട് ഇയർ പ്രോഫിറ്റ് 5 lakh. ദെൻ ആഡ് ദീസ് ടു, യു വിൽ ഗെറ്റ് ടോട്ടൽ പ്രോഫിറ്റ് ദാറ്റ് ഈസ് 9 lakh. ക്ലിയർ? അപ്പൊ നമുക്ക് ടോട്ടൽ പ്രോഫിറ്റ്, നമ്മുടെ കമ്പനിന്റെ ടോട്ടൽ പ്രോഫിറ്റ് ആണ് 9 lakh എന്ന് പറയുന്നത്. ദെൻ ദ കമ്പനി ഡിസൈഡ് ടു മേക്ക് അപ്രോപ്രിയേഷൻസ്. അല്ലെ, ഈ പ്രോഫിറ്റ് വെച്ചിട്ടാണ് കമ്പനി എന്ത് ചെയ്യുന്നത്? ദിസ് ഈസ് അവർ അവൈലബിൾ പ്രോഫിറ്റ്. സോ ദ കമ്പനി ഡിസൈഡ് ടു മേക്ക് റിസർവ്. ദെൻ ദ കമ്പനി ആൾസോ ഡിസൈഡ് ടു മേക്ക് പേയ്മെന്റ് ടു ഷെയർ ഹോൾഡേഴ്സ് ആസ് എ റെമ്യൂണറേഷൻ. ഇറ്റ് ഈസ് ഡിവിഡൻഡ്. ക്ലിയർ? സോ നമുക്ക് നോക്കാം. ഇത് എഴുതി കഴിഞ്ഞതിന് ശേഷം നമ്മളിവിടെ നെക്സ്റ്റ് എന്താണ്? ലെസ് അപ്രോപ്രിയേഷൻസ്. ലെസ് അപ്രോപ്രിയേഷൻസ്. അപ്പോൾ ലാസ്റ്റ് ഇയർ പ്രോഫിറ്റ് കഴിഞ്ഞു, കറണ്ട് ഇയർ പ്രോഫിറ്റ്, ടോട്ടൽ പ്രോഫിറ്റ്, ദെൻ ലെസ് അപ്രോപ്രിയേഷൻ. അപ്രോപ്രിയേഷൻ നമുക്കറിയാം ആസ് പെർ അവർ ഫോർമാറ്റ്. ദ ഫസ്റ്റ് ഐറ്റം ഈസ് ട്രാൻസ്ഫർ ടു ജനറൽ റിസർവ്. ട്രാൻസ്ഫർ ടു ജനറൽ റിസർവ്. Company decide to create a general reserve. It is given in your question. See, ട്രാൻസ്ഫർ ടു ജനറൽ റിസർവ് rupees 50,000. അപ്പൊ കമ്പനി 50,000 രൂപയാണ് ജനറൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ വി ക്യാൻ റൈറ്റ് ദിസ് എമൗണ്ട് ഇൻ അവർ ഫസ്റ്റ് കോളം 50,000. ട്രാൻസ്ഫർ ടു ജനറൽ റിസർവ് 50,000. Then next appropriation, transfer to any other reserve. As per our format, next information is transfer to any other reserve. If any reserve created by the company, that can be specified here. So transfer to any other reserve. നമുക്ക് നമ്മുടെ ക്വസ്റ്റിനകത്ത് നോക്കാം, മറ്റെന്തെങ്കിലും റിസർവ് കമ്പനി ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ? അതാണ് നമ്മൾ നോക്കേണ്ടത്. അത് അങ്ങനെ എന്തെങ്കിലും റിസർവ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കാണിക്കാവുന്നതാണ്. See, dividend equalization reserve rupees 25,000, development rebate reserve rupees 35,000. So company രണ്ട് റിസർവുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ഡിവിഡൻഡ് ഈക്വലൈസേഷൻ റിസർവ് ആൻഡ് ഡെവലപ്മെന്റ് റിബേറ്റ് റിസർവ്. ഡിവിഡൻഡ് ഈക്വലൈസേഷൻ
reserve, equalization reserve 25,000. Then next one, development rebate reserve. Development rebate reserve rupees 35,000. Clear? So company created these three kinds of reserve: general reserve, dividend equalization reserve, development rebate reserve. Then after creating reserve, the company decided to pay off dividend. റിസർവ് ക്രിയേറ്റ് ചെയ്തതിനു ശേഷം കമ്പനി തീരുമാനിക്കുന്ന എന്താണ്? ഡിവിഡൻഡ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം നമ്മുടെ ക്വസ്റ്റ്യനകത്ത് പ്രിഫറൻസ് ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്, ഇക്വിറ്റി ഡിവിഡൻഡും കൊടുക്കുന്നുണ്ട്. നമുക്കത് നോക്കാം. ഡിവിഡൻഡ് ഓൺ 10% പ്രിഫറൻസ് ഷെയർസ് ഓഫ് റുപ്പീസ് 3 lakh. അതായത് പ്രിഫറൻസ് ഷെയർ എത്രയുള്ളത്? 3 lakh റുപ്പീസ് ആണുള്ളത്. അതിന്റെ മുകളിൽ 10%. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഡിവിഡൻഡ് ഓൺ പ്രിഫറൻസ് ഷെയർസ് അല്ലെങ്കിൽ പ്രപ്പോസ്ഡ് പ്രിഫറൻസ് ഷെയർസ്. കമ്പനി തീരുമാനിച്ചതാണ്, ഡിസൈഡ് ചെയ്തിരിക്കുന്നതാണ്. സോ കമ്പനീന്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് പ്രപ്പോസ് ചെയ്ത ഡിവിഡൻഡ് ആണ് 10% എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം: പ്രപ്പോസ്ഡ് പ്രിഫറൻസ് ഡിവിഡൻഡ്. പ്രപ്പോസ്ഡ് പ്രിഫറൻസ് ഡിവിഡൻഡ്. പ്രപ്പോസ്ഡ് പ്രിഫറൻസ് ഡിവിഡൻഡ്. സി 10% ഓഫ് റുപ്പീസ് 3 lakh. ക്ലിയർ? അതായത് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ 3 lakh ആണ്. ആ 3 lakhന്റെ മുകളിലാണ് എപ്പോഴും ഷെയർ ക്യാപിറ്റലിന്റെ മുകളിലാണ് ഡിവിഡൻഡ് കൊടുക്കേണ്ടത്. പെർസെന്റേജ് നമുക്ക് കൊടുത്തിട്ടുണ്ട് 10%. അപ്പോൾ 3 lakh into 10/100, that is 30,000. ക്ലിയർ? Another dividend of 15% on 30,000 equity shares of rupees 10 each fully paid. ഞാൻ പറഞ്ഞു പ്രിഫറൻസ് ഷെയർസിന് മുകളിൽ മാത്രമല്ല ഇക്വിറ്റി ഷെയർസിന്റെ മുകളിൽ എന്ത് കൊടുക്കുന്നുണ്ട്? ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. എത്രയാ? 15%. പക്ഷെ ഇവിടെ നമ്പർ ഓഫ് ഷെയർ ആണ് കൊടുത്തിരിക്കുന്നത്. പ്രിഫറൻസ് ഷെയർ പറയുന്ന സമയത്ത് വാല്യൂ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്പർ ഓഫ് ഷെയറും അതിൽ ഒരു ഷെയറിന്റെ വാല്യൂ കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഷെയർ ക്യാപിറ്റൽ, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ റുപ്പീസ് എത്രയുണ്ടെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. സോ 30,000 into 10, 3 lakh ആണ് എന്ത്? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. ക്ലിയർ? 3 lakh 30,000 into 10, 3 lakh. അതിന്റെ മുകളിലാണ് എന്ത്? 15% ഡിവിഡൻഡ് കൊടുക്കേണ്ടത്. സോ ഇറ്റ് ഈസ് ആൾസോ പ്രപ്പോസ്ഡ് ഇക്വിറ്റി ഡിവിഡൻഡ്. പ്രപ്പോസ്ഡ് ഇക്വിറ്റി ഡിവിഡൻഡ് 3 lakh into 15/100. 3 lakh കിട്ടിയത് എങ്ങനെയാണെന്ന് മനസ്സിലായി. അതായത് 30,000 ഇക്വിറ്റി ഷെയർസ് ആണ്. ദെൻ ദ ഫേസ് വാല്യൂ ഓഫ് എ ഷെയർ ഈസ് ₹10. സോ 30,000 into 10, that is 3 lakh into 15%, that is dividend. Then the amount will be 45,000. Clear? 45,000 ആണ് എമൗണ്ട് വരിക. ദെൻ ഇത്രയും ഇൻഫർമേഷൻസ് ആണ് നമുക്ക് കമ്പനി തന്നിരിക്കുന്നത്. അപ്രോപ്രിയേഷൻസിന് വേണ്ടിയിട്ട് നമുക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷൻ ആണ് ഇതൊക്കെ. ട്രാൻസ്ഫർ ടു ജനറൽ റിസർവ്, ട്രാൻസ്ഫർ ടു ഡിവിഡൻഡ് ഈക്വലൈസേഷൻ റിസർവ്, ആൻഡ് ക്രിയേറ്റ് ഡെവലപ്മെന്റ് റിബേറ്റ് റിസർവ്. Then the company also decide to pay off 2 kinds of dividend: preference dividend and equity dividend. And if there is proposed preference dividend and equity dividend, we can charge CDT. But in our question it is said that CDT is totally ignored. CDT നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കത് ഇവിടെ ചെയ്യേണ്ട ആവശ്യമില്ല. Then take the total of appropriation. Okay, total of appropriation. Total, see, 50,000, 25,000, 35,000, 30,000 and 45,000. So our total is 1,85,000. Clear? Then difference between these two, അതായത് total profit 9 lakh. Then by using this profit, the company made certain reserve and the company also paid dividend to shareholders. So 9 lakh minus 1,85,000. Difference is 7,15,000. 7,15,000.
See, this is a positive figure, so we can say that it is surplus. So our surplus is 7,15,000. Clear? So ഇത്ര മാത്രമേ ഉള്ളൂ. അതായത് ലാസ്റ്റ് ഇയർ പ്രോഫിറ്റ് കറന്റ് ഇയർ പ്രോഫിറ്റ് ആഡ് ചെയ്യുക, then we will get total profit. After that less appropriation. എന്തൊക്കെയാണ് അപ്രോപ്രിയേഷൻസിൽ? ട്രാൻസ്ഫർ ടു ജനറൽ റിസർവ്, ഡിവിഡൻഡ് ഈക്വലൈസേഷൻ റിസർവ്, റിബേറ്റ് റിസർവ്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം സി പ്രപ്പോസ്ഡ് പ്രിഫറൻസ് ഡിവിഡൻഡ്. ഇക്വിറ്റി ഡിവിഡൻഡ് കൊടുക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? പ്രിഫറൻസ് ഡിവിഡൻഡ് കൊടുക്കണം. പ്രിഫറൻസ് ഡിവിഡൻഡ് റെക്കോർഡ് ചെയ്തതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക? ഇക്വിറ്റി ഡിവിഡൻഡ് എഴുതുക. അപ്പോൾ ടോട്ടൽ അപ്രോപ്രിയേഷൻസ് കിട്ടിക്കഴിഞ്ഞു. ദെൻ ടോട്ടൽ പ്രോഫിറ്റിൽ നിന്നും അപ്രോപ്രിയേഷൻസ് കഴിച്ചപ്പോൾ നമുക്ക് 7,15,000 rupees ആണ് കിട്ടിയിരിക്കുന്നത്. അതൊരു പോസിറ്റീവ് ഫിഗർ ആയതുകൊണ്ട് തന്നെ ദിസ് ഈസ് കോൾഡ് അവർ സർപ്ലസ്. ക്ലിയർ? നമ്മൾ ഡിസ്കസ് ചെയ്ത ഈ പ്രോബ്ലം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമന്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദെൻ തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇനിയും അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു.